ഒരു സാധാ കോൺസ്റ്റബിളായ ലക്കിടി മണി എന്തിന് 17 തവണ സിംഗപ്പൂർ വിസിറ്റ് ചെയ്തു? എന്റെ സാറേ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാ. 12-ാം തീയതി ഉച്ചയ്ക്ക് ചെന്നൈ എയർപോർട്ടിൽ നീ ഇറങ്ങിയ നിമിഷം മുതൽ ശ്രേയ മരിയ നിന്റെ പിന്നാലെയാണ്. പിന്നാലെ പലരും വരും. ഒരാണായ പിന്നാലെ പല പെണ്ണുങ്ങളും വന്നിരിക്കും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ നിന്റെ പിന്നിൽ റാക്റ്റാ. അത് മറക്കരുത്. മര്യാദക്ക് സത്യം പറഞ്ഞോ. ഇനി രണ്ടാമതൊരു ചോദ്യമില്ല. ഷൂട്ട് ചെയ്ത് കൊന്ന് റെയിൽവേ ട്രാക്കിൽ എറിയാനാ ഷർത്തുൻ സാറിന്റെ ഓർഡർ. സത്യം പറമണി. പറയാം സാർ, പറയാം. സാർ വന്നു. പറഞ്ഞ സാർ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. സാർ, യാ പ്ലീസ്. ഐ എം വെരി സോറി അലക്സാണ്ടർ. ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഐ എം എക്സ്ട്രീംലി സോറി. വലിയൊരു ആപത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ്. എന്നെ രക്ഷിക്കാൻ നീ ആരടാ? അന്തോണീസ് പുണ്യാളണോ? നീ വലിയ ജെന്റിൽമാനാണ്, ഹീറോയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങ് വാളയാർ ചുരത്തിനപ്പുറം പാണ്ടിക്കൂട്ടിൽ. ഇവിടെ നീ വെറും ബിഗ് സീറോയാ. അതിനോ യു ആർ എ ബാഡ് ഓഫീസർ. കൂൾ ഡൗൺ എസ് പി സാബ്. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ ഐ സേ. സിറ്റ് ഡൗൺ. പറയാം സാർ, പറയാം. കാലം കുറെയായി അവൾ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ശവം. അന്ന് അവള് കയറിയ ട്രെയിനിൽ അവളോടൊപ്പം ഞാനും കയറി. ശ്രേയ മറിയയുടെ കൊലയാളിയുടെ ശബ്ദം. കൺഫെഷൻ. എന്തായാലും സാറ് രക്ഷപ്പെട്ടു അല്ലേ? ആരാ കൊലയാളി? ലക്കിടി മണി. ഓടുന്ന ട്രെയിനിൽ നിന്ന് ശ്രേയ മറിയയെ പുറത്തേക്ക് തള്ളിയിട്ടതിന് ശേഷം മണി തിരിഞ്ഞു നോക്കി ആർക്കോ ഒരു ആംഡ് സല്യൂട്ട് കൊടുത്തല്ലോ. അതിവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, റിലാക്സ്. എസ് പി അദ്ദേഹത്തിന് ഇനി ശ്വാസം വിടാം. ഇൻഫോം ദി എസ് പി ഓഫ് പോലീസ്, സേലം ഡിവിഷൻ. സർ, ഇവനെ ഇപ്പൊ തന്നെ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി മെയിൽ ചെയ്തേക്കണം. സർ. ടേക്ക് ഹിം. വ്യാപാരിയായ പോലീസ് ഓഫീസർ, കോടികൾ കൊയ്യുന്ന വ്യാജ സി ഡി ബിസിനസിന്റെ ഏഷ്യയിലെ നമ്പർ 1 ഡീലർ. നിങ്ങളെ തേടി, നിങ്ങളുടെ യാത്രകളുടെ സത്യം തേടിയാണ് ശ്രേയ മറിയ വന്നത്. നിങ്ങൾ കയറിയ ട്രെയിനിൽ തന്നെ അവൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്തു. ഒരു ചാൻസ് കിട്ടിയപ്പോ ശ്രേയ നിങ്ങളുടെ ഡി കൂപ്പയിലേക്ക് ഇടിച്ചു കയറി. എക്സ്ക്യൂസ് മീ, Yes? ഐ എം സഹസ്ര. Sit down, sit down. കാഞ്ചീപുരത്ത് ജ്യോതിഷം പഠിക്കുന്നു. Oh, so you are an astrologer. I am Kalpati Seetharaman, Tamil novelist. നൈസ് ടു മീറ്റ് യു. എന്റെ സീറ്റ് ഈ കൂപ്പയിലായിരുന്നു സർ. അവിടെ ഒരു ഭ്രാന്തൻ. ഓ, പെട്ടി നിറയെ കഥകളാണോ സർ? ആ പെട്ടികൾ എന്റെ അല്ല, ഈ സാറിന്റെ. ഹലോ സർ. സാറ് നോവലിസ്റ്റ് ആണോ? നോ. എന്നാ ഞാൻ പറയാം. സാർ ഒരു NRI കാരൻ. രാഷ്ട്രീയം, സംഗീതം, സാഹിത്യം ഇതിലൊക്കെ സാറിന് താല്പര്യമുണ്ട്. പിന്നെ സാറിന്റെ പേരിൽ എക്സ് എന്നൊരു അക്ഷരമുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത് സർ? പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. സോറി. Take it easy. You sit down. താങ്ക് യു. I will go on. Okay. Sir, good night. ഗുഡ് നൈറ്റ്. ഹലോ, ഒരു മിനിറ്റ്.
കട്ട് ചെയ്യൂ, ഞാൻ പിന്നെ വിളിക്കാം. ഡീ കൂപ്പയിൽ ഹോട്ട് കൂടുതൽ. ആ AC അറ്റൻഡർ ഇങ്ങോട്ട് വന്നു. ഞാൻ കണ്ടില്ല. ഇയാളിത് ഇവിടെ പോയി കിടക്കും. ഇല്ല സർ, അയാൾക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇതുവരെ ഞാൻ ആരാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ റെക്കോർഡിംഗ് സ്റ്റുഡിയോക്കുള്ള എക്യുപ്മെന്റ്സ് സ്മഗിൾഡ് ഗുഡ്സ്. സർ, ഉടൻ തന്നെ ഡിവിഷണൽ മാനേജർ വിജയ് ഭാനുവിനെ വിവരം അറിയിക്കണം. പാലക്കാട് ട്രെയിൻ എത്തുമ്പോൾ അലക്സാണ്ടറെ കൈയോടെ അറസ്റ്റ് ചെയ്യണം. ഇല്ല, നമുക്കല്ലാതെ വേറെ ഒരു ചാനലിനും ഈ വിവരം കിട്ടിയിട്ടില്ല. OB വാൻ റെഡിയല്ലേ സർ? 1 മിനിറ്റ്. മരിയോ, ഇല്ല, എനിക്കിപ്പോ സംസാരിക്കാൻ ടൈമില്ല. കട്ട് ചെയ്യൂ. ആത്മവിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം അത്യാർത്ഥിയാണെന്ന് ഏത് വലിയ ചെമ്പാടനാ നിന്നെ പഠിപ്പിച്ചത്? സർവീസിൽ ഇരുന്നു കൊണ്ട് ഡിസോണസ്റ്റ് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് മാത്രമായിരുന്നു കാക്കി നിനക്ക്. അതുകൊണ്ട് ആ കാക്കി നിനക്കിനി വേണ്ട. ഞങ്ങൾ അതങ്ങ് ഊരിയെടുക്കുക. അറസ്റ്റ് ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടുന്നത് വരെ അലക്സാണ്ടർ ചെമ്പാടൻ ലീവിൽ പോകുന്നു. ദാ ഒപ്പിട്. SP DGPക്ക് കൊടുക്കുന്ന ലീവ് ആപ്ലിക്കേഷൻ. ഷർഫുദ്ദീൻ, പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യരുത്, അപമാനിക്കരുത്. ഞാൻ രാജിവെച്ച് സർവീസിനെ പോയിക്കോളാം. ഇനി ബാക്കിയുള്ള കാലം വല്ല പോട്ടയിലോ മുരിങ്ങൂരോ പോയി ധ്യാനിച്ചിരുന്നോളാം. നീ ധ്യാനിക്കണം. പോട്ടയിലും മുരിങ്ങൂരിലും അല്ല, ഇവിടെ മധുക്കര TVയിൽ ഞങ്ങളുടെ മുന്നിൽ. ആ ധ്യാനത്തിൽ നീ മനസ്സ് തുറന്ന് ഏറ്റു പറയും നിന്റെ കൈമുദ്രകൾ പതിഞ്ഞ 2 കൊലപാതകങ്ങൾ. തുളസിമണി, നാദിയ. മരിച്ചിട്ടും മരിക്കാതെ കിടക്കുന്ന നാദിയ. 2 സുന്ദരിക്കുട്ടികളും ആ രാത്രി നിന്റെ കണ്ണിലും മനസ്സിലും പെട്ടുപോയി അല്ലടാ? சார், இவர் புகழ்பெற்ற கதாசிரியர் கல்பாத்தி சீதாராமன். இவர் born பாலக்காடு, brought up அமெரிக்கா, ரைட்டிங் தமிழ்ல. നാട്യം പിടിക്കുമാ? യെസ് സർ. நாட்டியக்காரிகளை குறிப்பா சொல்ல போனீங்கன்னா அடையார் கலாட்சேத்திர அழகிகளை பிடிக்குமா? சார், எனக்கு ஒண்ணுமே தெரியல சார். நான் ஒண்ணுமே பார்க்கல சார். பார்க்கணுமே, பார்த்திருக்கணுமே. இல்ல சார். சொல்லு சார். அந்த கூப்பையில சத்தம் கேட்டப்போ டீ கூப்பையில போய் பார்க்கும்போது பாலு அங்க கத்தி வச்சு நிக்கிறாரு சார். எனக்கு அவ்வளவுதான் தெரியும் சார். பாலு, பாலு மாதான்.